മോളിവുഡിന്റെ പുതിയ സിനിമാ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ, ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ദൃശ്യം 3യുടെ റിലീസിംഗ് ഡേറ്റ് ഏപ്രിൽ 2 നിശ്ചയിച്ചിരുന്നെങ്കിലും റിലീസിംഗ് ഡേറ്റ് ഇപ്പോൾ ഇതാ മാറ്റിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ അവസാന ചിത്രം റിലീസ് ചെയ്യും. മെയ് 21 മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം. അന്നേ ദിവസം ചിത്രം റിലീസിനെത്തും. ആരാധകർക്ക് വൻ പ്രതീക്ഷ നൽകുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ളതുമായ സിനിമാറ്റിക് ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദൃശ്യം. ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണെങ്കിലും വമ്പൻ പ്രൊജക്റ്റിൽ വരുന്ന ഈ സിനിമ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആവാസ് വ്യൂഹം, പുരുഷപ്രേതം, മസ്തിഷ്കമരണം എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ കൃഷാന്തും മോഹൻലാലും ഒന്നിക്കുന്നു. മണിയമ്പളരാജ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഫൈനൽ ഡിസ്കഷൻ ഈ മാസം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൃഷാന്ത് മോഹൻലാലിന് വേണ്ടി ആദ്യം ഒരുക്കിയതൊരു ഫീൽ ഗുഡ് ഡ്രാമയായിരുന്നു. ഇപ്പോൾ ഇതാ അത് ഉപേക്ഷിച്ച് പൂർണ്ണമായ ഒരു ആക്ഷൻ ഗണത്തിൽപ്പെട്ട ഒരു മരണമാസ് ഇടിപ്പടമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാൽ തന്റെ വ്യക്തിയവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തന്റെ അനുമതിയില്ലാതെ തന്റെ പേര്, ചിത്രം, ശബ്ദം, തനതായ ശൈലികൾ എന്നിവ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തന്റെ പേര്, ശബ്ദം, സംഭാഷണം എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ അമിതാഭ് ബച്ചനും രജനീകാന്തും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ഇതേ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഇവർക്കെല്ലാവർക്കും അനുകൂലമായ ഉത്തരവാണ് കോടതിയിൽ നിന്നും ലഭിച്ചത്. മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.